ഒറ്റക്കാണേൽ എന്താ ഒറ്റക്ക് പോയിക്കോ. എടാ എന്റെ കൂടെ വരാൻ ആരുമില്ലടാ, അതുകൊണ്ടല്ലേ ഈ യാത്രകളൊന്നും ചെയ്യാത്തത്. എടാ ചെങ്ങായി, ഒറ്റക്കാണേൽ എന്താ ഒറ്റക്ക് പോയിക്കോ. അതിന്റെ ത്രില്ല് വേറെ തന്നെയല്ലേ. നോക്കാം, എന്നോടൊരു കാര്യം പറയാം. ഞാനൊരു കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാളാ, എന്റെ കൂടെ വരാനൊന്നും ആരുമില്ല, അതുകൊണ്ട് ഞാനൊന്നും യാത്രകൾ ചെയ്യണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളിന് ഞാൻ. പക്ഷെ ഒറ്റക്കുള്ള യാത്ര തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വെറും കാരണങ്ങളാണെന്നുള്ളതേ. സത്യത്തിൽ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളൊന്നും വേണ്ടേ, ചെറിയ ധൈര്യം മാത്രം മതി. നമ്മളെ ജീവിതവും നമ്മളെ സമയമൊന്നും ആരെയും കാത്തുകൂല. ഇന്ന് ഓലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല. അല്ല, ഓൽക്കും ഓൽതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടാവില്ലേ. ഓൽക്കും ഫാമിലിയും ഓൽക്കും കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഓലെ തിരക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ട് അവര് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞമ്മക്ക് കൂടെ കൂട്ടാൻ പറ്റിയ ആള് അത് നമ്മൾ തന്നെയാണ്. നോക്കാം, ഈ സോളോ ട്രാവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ ആരെയും കാത്തിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്ക് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കറങ്ങാൻ പോവാം, വേറെ ആരോട് ചോദിക്കാൻ നിൽക്കണ്ടല്ലോ. എന്ത് സുഖമാണ് അങ്ങനത്തെ ഒരു ഫ്രീഡം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയണം, അത് വേറെ ത്രില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ആളില്ല എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഈ യാത്രയൊക്കെ മാറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ്സുകളെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്തേക്കോ. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ഒരു ഈ മണാലിക്കോ ഞാൻ പോകണമെന്നൊന്നുമില്ല, നമ്മുടെ അടുത്തുള്ള മൈസൂർക്കോ ബാംഗ്ലൂർക്കോ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മണാലിയിലേക്കും കശ്മീരിലേക്കും പിന്നെ അടുത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഒറ്റക്കൊറ്റക്കിങ്ങനെ പോയിക്കോ. ഇത് വേറെ മൂഡല്ലേ. വിജയ്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് എടുത്തു വെച്ചോ. ട്രാവൽ ചെയ്യാന്നാണ് തീരുമാനിച്ചിട്ടാണ്ട് ഇറങ്ങിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് നമുക്കിത് ആകെ ഒന്നേ കിട്ടുള്ളൂ. ഈ സമയത്ത് ഈ ഒരു പ്രായം നമുക്ക് വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം കുറയൊന്നുമില്ലല്ലോ, പ്രായം കൂടിപ്പോവില്ല ചെയ്യാം. 20 21 22 23 അതിനൊക്കെ കയറി പോവുക ചെയ്യാം. അപ്പം നമ്മളെന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ പിന്നെ നമുക്ക് പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങും. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ ഈ സോളോ ട്രാവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും എല്ലാവരും നമ്മളെ കൂടത്തുണ്ടാവില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ അതേ സോളോ ആയിട്ട് പോണ സംഗതിയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകാൻ നിൽക്കണില്ല. അപ്പം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങിക്കോ. ഓക്കെ. പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പം അവിടെ ഒരുപാട് നല്ല നല്ല മൈൻഡ് സെറ്റുള്ള നമ്മളെ പോലത്തെ മൈൻഡ് സെറ്റുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. പരിപാടിയൊക്കെ സെറ്റാക്കിക്കോ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ.